ഇരിക്കട്ടുമാ. അപ്പൊ മിസ്റ്റർ സുഗു, തന്റെ പുതിയ പടം ഒരു വാരുവാരുന്ന ലക്ഷണമുണ്ട്. ദൈവം തമ്പുരാന് സ്തുതി. അല്ലെങ്കിലേ കടക്കാർ വന്നെന്റെ കാല് വാരിയനാശൻ. ഇപ്പൊ മാർവാടി വന്നിട്ട് എനിക്ക് പണം പിടിക്കാത്ത പണം എവിടെയാണെങ്കിലും കൊടുക്കുന്നതാണെന്ന് എന്റെ പുറകെ അടക്കണം. ചുമ്മാ പിടിക്കാൻ വേണ്ടതാണേ. ആവാങ്ക. പിന്നെ വലുതായി ഇന്ന് എന്റെ പടത്തിന്റെ പൂജ AVM-ൽ വെച്ച് താൻ തീർച്ചയായിട്ടും വരണം. അയ്യോ, എനിക്കിന്ന് ഉച്ച കഴിഞ്ഞ് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകണം. പോക്കൊക്കെ മാറ്റി വെക്കിടൂ. അങ്ങനെ മാറ്റി വെക്കാൻ പറ്റില്ലെന്നേ, പെണ്ണ് കാണല. നീ മദ്രാസിൽ വന്ന് പണ്ട് ഇറങ്ങിയുള്ളൂ, അതിനു മുമ്പ് പെണ്ണ് കാണൽ തുടങ്ങിയോ? എന്താണ് പല അന്യഭാഷക്കാരും അല്ല, അമ്മയുടെ അകന്ന ബന്ധത്തിലുള്ള ആരുവാ. വളരെ കാലം മുമ്പേ ഇവിടെ ഒന്ന് സെറ്റിൽ ചെയ്ത പാർട്ടിയാണ്. ആളാരാന്ന് പറയടേ, ശിവൻകോവിൽ സ്ട്രീറ്റിലെ ഗ്രീൻലാൻഡ്സ് ഹോട്ടലിന്റെ മുതലാളി മിസ് ഗോപിനാഥിന്റെ മകളാ. കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണമെന്നും പറഞ്ഞ് അമ്മ എഴുതിയിരിക്കുന്നു. നമ്മളിവിടെ വെച്ച് ആദ്യം കണ്ടെന്ന് കാപ്പി പിടിക്കാൻ പോയില്ലേ, ആ ഹോട്ടലിന്റെ ഉടമസ്ഥനാണ് ഗോപിനാഥ്. അയാൾക്ക് ആ ഹോട്ടൽ മാത്രമല്ല, മദ്രാസിൽ വേറെ 3 ഹോട്ടൽസ് കൂടെ ഉണ്ട്. മുറുക്കി പിടിച്ച വെച്ചനെ പുളിങ്കമ്പാണേ. കൊമ്പും കമ്പൊന്നുമല്ല, പെണ്ണ് എങ്ങനെയുണ്ടെന്നാ എന്റെ നോട്ടം. പെണ്ണ് കൊള്ളാമെങ്കിൽ കൊമ്പ് മോശമാണെങ്കിലും ഞാൻ കയറിയെങ്കിൽ. ഗോപിനാഥിന്റെ മകളല്ലേ, ഗോപിനാഥിന് ഈസ് വെരി ഹാൻസം. അതുകൊണ്ട് പെണ്ണും കാണാൻ നന്നായിരിക്കും. പിന്നെ എനിക്കൊരു സഹായമായി. എങ്ങനെ? ഇടൂ, ഞാനൊരു പാവപ്പെട്ട ഫിലിം പ്രൊഡ്യൂസറാണ്. എനിക്കാണെ ദാരിദ്ര്യം ഒഴിഞ്ഞിട്ട് നേരവും കാണുക. അപ്പോ തന്റെ അമ്മായിച്ചൻ വിചാരിക്കുകയാണെങ്കിൽ ഒരു 10,000 - 50,000 ഒക്കെ തന്നെ സഹായിക്കാൻ ഒക്കുമല്ലോ. എടോ, താൻ ആള് കൊള്ളാമല്ലോ. പടം തുടങ്ങിയില്ല, അതിനു മുമ്പേ കടം വാങ്ങിക്കാൻ തുടങ്ങിയല്ലോ. ഇടൂ, ഇവിടെ ആരാശാനെ സ്വന്തം കാശ് കൊണ്ട് പണം പിടിക്കുന്നത് 1-2 പേര് കാണും. ബാക്കിയുള്ളവൻ എല്ലാം മാർവാടിയുടെ പണം കൊണ്ടാ പടം എടുക്കുന്നത്, അറിയോ? അപ്പോഴേ എനിക്ക് ഒരുപാട് ജോലി തിരക്കുണ്ട്, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. പുതിയ പടം തുടങ്ങാൻ പോവല്ലേ? രാധേ, മോളെ രാധേ. എന്താ മോൾ എന്തെടുക്ക അവിടെ? മോളിങ്ങി വാ. വാ. മോള് പോയി കുളിച്ച് നന്നായിട്ട് ഡ്രസ് ചെയ്ത് മിടുക്കിയായിട്ടിങ്ങി വാ. എന്തിന്? അതൊക്കെ പിന്നെ പറയാൻ അച്ഛൻ പറഞ്ഞ പോലെ ചെയ്യ. കാര്യം എന്താണെന്ന് പറഞ്ഞൂടെ? മോളോട് പറയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ അച്ഛന്? ഇന്ന് നിന്നെ കാണാൻ ഒരാള് വരും. ഓ, അതാണോ? എന്താ അത്ര നിസ്സാരമായിട്ട്? അച്ഛന് ഞാൻ ഇത്രയേറെ ഭാരമായോ? മോളെന്താ അങ്ങനെ പറഞ്ഞത്? പിന്നെന്തിനാ എന്നെ പറഞ്ഞേക്കാൻ ഇത്ര ധൃതി കൂട്ടുന്നത്? പെൺകുട്ടികളായാൽ ഒരു ദിവസം ജനിച്ച വീട് വിട്ട് പോയേ പറ്റും. അവരെ ഓമനിച്ചു വളർത്താനുള്ള വിധിയെ അച്ഛന്മാർക്കുണ്ട്. ഒരുമിച്ച് കഴിയാനുള്ള വിധി അവർക്കില്ല. മോള് പോയി ഒരുങ്ങ്, അവൻ വരാനുള്ള സമയമായി. ചെല്ല്. ഒരുങ്ങാൻ എന്തിരിക്കുന്നു വെച്ചാ? ഇതൊക്കെ പോരെ? പോരാ. എത്ര ആഭരണങ്ങളാണ് നിന്റെ പെട്ടിയിലിരിക്കുന്നത്? ഏതെങ്കിലും 1-2 നല്ലതെടുത്ത് കഴുത്തിലിടും. എനിക്ക് അതൊന്നും വേണ്ട. വേണം. നിന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ടതില്ലായിരുന്നു. എന്ത് ചെയ്യാ, എന്നെയും നിന്നെയും തനിച്ചാക്കിയിട്ട് അവളങ്ങ് പോയില്ലേ? എന്തെങ്കിലും പണ്ടങ്ങൾ എടുത്ത് കഴുത്തിലിട്. ഇല്ലെങ്കിൽ നിന്നെ കാണാൻ വരുന്നവൻ എന്ത് വിചാരിക്കും? വരുന്ന ആൾ എന്നെ കാണാനല്ല വരുന്നത്, പണ്ടങ്ങൾ കാണാനല്ലല്ലോ. അത് ശരി, പക്ഷേ പെണ്ണിനേക്കാൾ കൂടുതൽ പൊന്നും പണമും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നമുക്ക് വേണ്ട അച്ഛാ. എന്നെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മാത്രം മതി. എന്താ നിന്റെ ഒരു പ്രത്യേക കാര്യം? നീ ഇപ്പൊ എങ്ങോട്ടാ? ഞാൻ ഒരു പെണ്ണ് കാണാൻ പോകും. ഞാനും പറ്റും. നിന്നെയും കൂടെ അവളെ കാണിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ. പക്ഷെ അതിന് ഇനിയും സമയമുണ്ട്. നീ ഒട്ടിരിക്കും. കാര്യം എന്താ വെച്ചാ പറ. നീ എന്താടാ എന്നെ ഇങ്ങനെ നത്ത് നോക്കുന്ന പോലെ നോക്കുന്നത്? നീ സുന്ദരനാണ്. ഏത് പെണ്ണും നിന്നെ കണ്ടാൽ ഇഷ്ടപ്പെടും. പോടാ രമേശ്, സത്യം പറയൂ, എന്നെ കാണാൻ കൊള്ളാമോ? ഞാൻ സുന്ദരനല്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ അത്രയ്ക്കും വിരൂപനാണ്. ആരാടാ അങ്ങനെ പറഞ്ഞത്? പലരും. ഇതൊക്കെ നിന്റെ തോന്നലാണ്. എന്റെ മനസാക്ഷിയോട് ചോദിക്കുന്ന പോലെയാണ് എന്നോട് ചോദിക്കുന്നത്. ഒരു സുന്ദരിയായ പെണ്ണ് എന്നോട് സ്നേഹം തോന്നും. എന്തുകൊണ്ട് തോന്നിക്കൂടാ? സ്നേഹത്തിന് കണ്ണില്ലടാ. ഞാനൊരു ഹോട്ടൽ തൊഴിലാളിയല്ലേ, പോരാത്ത ഈ മോന്റെ. നീ വലിച്ചു കിട്ടാ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ. കാര്യം ഇതാണ് രമേശ, ഞാനൊരു പെണ്ണിനെ പരിചയപ്പെട്ടു. പെണ്ണെന്ന് പറഞ്ഞ ഒരു
10 പെണ്ണിന്റെ സൗന്ദര്യമുണ്ട് ആ ഒറ്റ ഒരുത്തിക്ക്. അത്രയും സൗന്ദര്യം ഉണ്ടായപ്പോൾ ആ പെണ്ണിന്റെ തെറ്റാണോ? അത്രയും സൗന്ദര്യമുള്ള ആൾക്ക് എന്നോട് സംസാരിക്കുന്ന തെറ്റല്ലേ? സംസാരിക്കുന്നത് എങ്ങനെയാ തെറ്റാകുന്നേ? സംസാരിക്കുന്നത് മാത്രമല്ല എന്റെ രമേശ, ഐ ലൈക്ക് യുവർ ഇന്നസെൻസ്. നിങ്ങളെ എനിക്ക് വളരെ ഇഷ്ടമാണെന്നും പറഞ്ഞു. പിന്നെ പിന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് 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 വെറുതെ ചോദിച്ചാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നാണിച്ച് ചിരിച്ചു കാണുമല്ലേ? ആ പിന്നെ എത്ര നേരം വേണമെങ്കിലും എന്നോട് ഇരുന്ന് സംസാരിക്കാൻ ഇഷ്ടമാണെന്നും പറഞ്ഞു. മനോഹര, എടാ മണ്ട, സംശയിക്കാനൊന്നുമില്ല, ഇത് രോഗം മറ്റേത് തന്നെ. അത് മാത്രമല്ല, ഒരു ഫ്രണ്ടോട് കൂടി ഹോട്ടലിൽ വന്നു, ഹാൻഡ് ബാഗ് മറന്നു വെച്ചു. അതെടുക്കാൻ വേണ്ടി തിരിച്ചു വന്നു. തനിയല്ലേ? അതെ. അവൾ നിന്നെ ഒറ്റയ്ക്ക് കാണണമെന്ന് കരുതി വന്നതാ. എന്തിന്? നിന്നോട് സംസാരിക്കാൻ. എന്തിനു സംസാരിച്ചു? അവക്ക് നിന്നെ അത്ര ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തിനു ഇഷ്ടപ്പെട്ടു? ഓ ഇവനാടാ, എടാ മരമണ്ട, അവക്ക് നിന്നോട് പ്രയോഗമാണെന്ന്. ആ പറഞ്ഞു കടലാസിൽ എഴുതിയതാണ്. കടലാസിലൊന്നും എഴുതണ്ട, എനിക്ക് തോന്നുന്നതാ. വാക്ക് മാറ്റി പറയരുത്. ഇല്ലടാ. ഈശ്വര, എന്നെ ഒരു പെണ്ണ് സ്നേഹിക്കുന്നുവെന്ന്. ഏതാടാ ഈ പെണ്ണ്? പറഞ്ഞാ നീ എന്റെ വിട്ട് വീഴും. വീടാതെ ഞാൻ പിടിച്ചോളാം. പെണ്ണേതാന്ന് നീ പറ. വേറെ ആരുമല്ല, നമ്മുടെ ഗ്രീൻലാൻഡ്സ് ഹോട്ടൽ മുതലാളി ശ്രീ ഗോപിനാഥിന്റെ മകൾ. നീ എന്റെ വിട്ട് വീണ് പോയല്ലേ? ഇല്ല. വല്ലായ്മ. രാധ തീർച്ചയായിട്ടും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് നീ പറഞ്ഞ പോലല്ലേ ഞാൻ അറിഞ്ഞു. നീ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നത്? എങ്കിൽ ആദ്യമായിട്ട് നീ നിന്റെ അന്തസ്സ് ഉയർത്തണം. എങ്ങനെ? നീ രാധയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നെങ്കിൽ നമുക്കിതിന് വഴിയുണ്ടാക്കാം. പക്ഷേ ഞാൻ ഇനി പഠിച്ച് പാസ്സായി ജോലി കിട്ടി എന്റെ അന്തസ്സ് ഉയരണമെങ്കിൽ കുറെ കാലം എടുക്കും. നീ വിഷമിക്കണ്ട, ഞാൻ വഴിയുണ്ടാക്കാം. നല്ല വഴി വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വളഞ്ഞ വഴി എനിക്കും ഇഷ്ടമില്ല, എന്റെ അമ്മയ്ക്കും ഇഷ്ടമില്ല. എന്തിനാ കൂട്ടുവരുന്നത്? പെണ്ണെ കാണാൻ പോലെ. ഞാൻ അല്പം വൈകിപ്പോയല്ലോ. ഞാൻ എന്റെ തവണ താമസിപ്പിച്ചല്ലേ? സാരമില്ല, അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ നീ പോവാതിരുന്ന നിന്നെ കാത്തിരിക്കുന്ന വീട്ടുകാരെ കളിപ്പിച്ചതുപോലെ ആവില്ലേ? അത് സാരമില്ല. ആ മനു, നിന്നെ നാളെ ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോകാം. ഇങ്ങോട്ട്? അതൊന്നും നീ ഇപ്പൊ അറിയണ്ട. പക്ഷെ ഒരു കാര്യം, നാളെ വരുമ്പം നല്ല ടിപ് ടോപ്പ് ആയിട്ട് ഡ്രസ് ചെയ്ത് വരാം. ദേ ഇതുപോലത്തെ ഉടുപ്പൊന്നും പാടില്ല. എന്താ, നിനക്ക് പുതിയ ഉടുപ്പില്ലേ? വിഷമിക്കണ്ട, ഞാൻ പണം തരാം, നീ വാങ്ങിക്കേ. വേണ്ട രമേശ, നാളെ നല്ല ഉടുപ്പിട്ട് വന്നാ പോരെ. നാളത്തെ കാര്യം നീ മറക്കരുത്. ഇല്ല, പോട്ടെ. നേരെ ഒരുപാടായല്ലോ. സന്ധ്യക്ക് മുമ്പ് വരാമെന്നല്ലേ പറഞ്ഞത്? ഇതുവരെ കണ്ടില്ലല്ലോ. വരാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. എങ്കിലും ഞാൻ ഒന്നുകൂടി അന്വേഷിച്ച് മറ്റൊരു ദിവസം വരാനുള്ള ഏർപ്പാട് ചെയ്യാം. എന്താ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ നീയോ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു സാർ. നേരെ ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. നിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്താന്ന്? എനിക്കൊരു ഷർട്ട് തയ്ക്കണം. എന്തിനാ ഇവിടെ വന്നത്? ഞാനത് പുല്ലുകാരനാണോ? അതല്ല സാർ, ഒരു പുതിയ ഷർട്ട് തയ്ക്കണം. അതിന് അടുത്ത മാസം ശമ്പളത്തിൽ നിന്ന് 50 രൂപ അഡ്വാൻസ് ചോദിക്കാൻ വന്ന. ഇവിടെ അഡ്വാൻസ് ഇല്ലൊന്നുമില്ല. എന്നെ ശല്യപ്പെടുത്താപ്പോ പറഞ്ഞ വന്നത്. അച്ഛാ, ആ അച്ഛനെ വിഷമിച്ചു നിൽക്കുന്നത്? വിഷമിക്കാതെ എന്ത് ചെയ്യും മോളെ? ആ മനുഷ്യന് എന്നെ കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും വരാതിരുന്നത്. മോളെ, ലോകത്ത് അവസാനത്തെ ആണല്ലോ ആ മനുഷ്യൻ. അച്ഛ സമാനമായിരിക്കും.
രാധേ അച്ഛാ മോളെ